നമ്മൾ ഈ പെര ഉണ്ടാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാലേ ആദ്യം നമ്മൾ ഉണ്ടാക്കുക തറയാണല്ലേ. തറ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അടുത്ത പണി എന്താ? മാഷാ അല്ലാ തബാറക്കല്ലാന്ന് എഴുതിയിട്ട് തറയുടെ മുമ്പിൽ എന്ത് ചെയ്യും? നാട്ടി വെക്കും അല്ലേ. സത്യത്തിൽ അതൊരു ബർക്കത്തിന് വേണ്ടിയിട്ട് ചെയ്യണതാണ്. പക്ഷേ മാഷാ അല്ലാ തബാറക്കല്ലാന്ന് എഴുതി വെക്കുമ്പോൾ ഇല്ല ബർക്കത്തും കൂടി ഇറങ്ങിപ്പോണത് നിങ്ങൾ സൂക്ഷിച്ചോളി. ഇവൻ എന്താ പറയണെന്ന് അനക്ക് വേണമെങ്കിൽ കേട്ട മൈതടാ. മാഷാ അല്ലാ തബാറക്കല്ലാന്ന് എഴുതി വെക്കുമ്പോൾ എന്തൊരു ഈമാനാ. പക്ഷെ പിന്നെ അവിടേക്ക് തിരിഞ്ഞു നോക്കൂല. അള്ളാഹുവിൻ്റെ അടയാളമായ അള്ളാഹുവിൻ്റെ ആയാത്തുകൾ അവിടെ അങ്ങനെ പൊടി പിടിച്ച് കിടക്കും, ചളിയിൽ പുരണ്ട് കിടക്കും, ചിലപ്പോൾ തൊടുക്ക് വലിച്ചെറിയും ചെയ്യും. ഇവിടെ ഇപ്പം എന്തിനെ നിന്ദിച്ചത്? അള്ളാൻ്റെ ഇസ്മിനല്ലേ, അതിനൊരു വിലല്ലേ. അതുകൊണ്ട് അള്ളാ നെയ്തിയ എന്തെങ്കിലുമൊക്കെ എവിടെയൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചോളിയും. അള്ളാൻ്റെ ഖുർആനൊക്കെ പൊടി പിടിച്ച് കിടക്കുന്നുണ്ടാവും, നിങ്ങൾ സൂക്ഷിച്ചു വെച്ചോളിയും. നിങ്ങൾക്കറിയോ, കള്ള് കുടിച്ച് നടന്നിരുന്ന തെമ്മാടിയായ ബിഷിർ ഒരു ദിവസം കള്ള് കുടിച്ചിട്ട് ഇങ്ങനെ ആടി വരിക ഒരു വഴിയരികിലൂടെ. അപ്പോഴാണ് ചളി പുരണ്ടിട്ട് ഒരു പേപ്പർ കിടക്കണത് കണ്ടത്. ബിഷിർ ആ പേപ്പറിലേക്ക് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കി. അതിലെന്തോ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഒന്നും മനസ്സിലാവണില്ല. പക്ഷെ പിന്നെയും സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതിലെന്താ എഴുതിക്കണെന്നറിയോ? അല്ലാ എന്ന്. ബിഷിറിന്റെ കൽബങ്ങട്ട് പടച്ചു. അങ്ങനെയാണ് ഏത് തെമ്മാടിയാണെങ്കിലും, ഏത് ചെറ്റയാണെങ്കിലും, ഏത് കള്ളുകുടിയനാണെങ്കിലും നല്ലൊരു ഹൃദയം ഉണ്ടെങ്കിൽ അല്ലാന്ന് കേൾക്കുമ്പോൾ കൽബ് പടക്കൂടും. പക്ഷെ കല്ലിനേക്കാൾ അതപ്പതിച്ചു പോയവരുടെ ഹൃദയം പടക്കൂല കേട്ടോ. അപ്പൊ ചുരുക്കി പറഞ്ഞാല് അല്ലാ എന്ന പേപ്പറ് ചളി പുരണ്ട് കിടക്കുന്നത് കണ്ടപ്പോൾ ബിഷിറിന്റെ കൽബൊന്ന് പടച്ചു. ഫറജ. ആ പേപ്പർ എടുത്തിട്ട് ബിഷിർ മടങ്ങി. എവിടേക്ക്? സുഗന്ധം വിൽക്കുന്ന കടയിലേക്ക്. അങ്ങനെ സുഗന്ധം വാങ്ങിയിട്ട് ആ അള്ളാന്ന് എഴുതിയ പേപ്പറിൽ പുരട്ടിയിട്ട് ബിഷിർ തൻ്റെ വീട്ടിലെ പ്രവിശാലമായ ഒരു പൊത്തില് ആ അള്ളാന്ന് എഴുതിയ പേപ്പർ എന്ത് ചെയ്തു? സൂക്ഷിച്ചു വെച്ചു. അന്ന് രാത്രി ബിഷിർ അള്ളാനെ സ്വപ്നം കാണാം. അള്ള പറയാ, ബിഷിറേ, ചളിയിൽ പുരണ്ട് കടന്ന എൻ്റെ പേര് സുഗന്ധമൊക്കെ തേച്ചിട്ട് നീ സൂക്ഷിച്ചു വെച്ചുല്ലേ ബിഷിറേ, അതേപോലെ നിന്റെ പേര് ഞാൻ സ്വർഗലോകത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ബിഷിറേന്ന്. ഏത് സ്വർഗം? മരണം നിനക്കില്ലാതതിൽ കഴിയുന്നതാ, മനസ്സെപ്പോഴും സന്തോഷമായി തിങ്ങുന്നതാ. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിൻ്റെ പേരുകളെ, അള്ളാഹുവിൻ്റെ അടയാളങ്ങളെ ബഹുമാനിച്ചോളി. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാ, എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ റസൂലുള്ള എൻ്റെ ഹൃദയത്തിൻ്റെ ചുമരിൽ കൊത്തിവെച്ച് തന്ന ഒരു വർത്തമാനമുണ്ട്. അതെന്താണെന്നറിയോ? ഇഹ്ഫദില്ലാഹ യഹ്ഫദുക. നീ അള്ളാനെ സൂക്ഷിച്ചാൽ അള്ളാഹു നിന്നെയും സൂക്ഷിക്കും.